പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശനിയാഴ്ചയാണ്, തിരക്കുള്ള ദിവസമാണെങ്കിൽ പോലും ഈ വചനം എപ്പോഴേലും 1-2 പ്രാവശ്യം കൂടി കേൾക്കണം. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ് കേൾക്കണം. എന്നിട്ട് തിങ്കളാഴ്ച മുതലുള്ള പ്രാർത്ഥനയെ നിങ്ങൾ പങ്കുചേരണം. ആ സമയത്ത് എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കണം. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. അത് വില കൊടുത്ത് മാറുമ്പോൾ വിലയുള്ളത് കയ്യിലോട്ട് വരും. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരികയില്ല. എന്തോ നന്മയ്ക്കാണ്. ഇതിൻ്റെ പിറകിൽ ദൈവ പദ്ധതിയുണ്ട്. ഈ വചനം കേട്ടതിൻ്റെ പിറകിൽ ദൈവ പദ്ധതിയുണ്ട്. ഏത് കാര്യത്തിലാണ് ഭാരപ്പെട്ടത്, ഏത് കാര്യത്തിലാണ് വിഷമിച്ചത്, ഏത് കാര്യത്തിലാണ് കരഞ്ഞത്, ഏത് കാര്യത്തിലാണ് തലകുനിഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കുമ്പം അത് അനുഗ്രഹമായിട്ട് വരും. ദൈവീക ഇടപെടലിന് കാരണമാവും. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകും. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. വേലി കെട്ടി സംരക്ഷിക്കണമേ. ദോഷങ്ങളുണ്ട്. ഈ വർഷത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് സന്തോഷത്തോടെ നന്ദി പറയാൻ കഴിയത്തക്ക വിധമുള്ള അനുഗ്രഹങ്ങൾ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സംഭവിക്കണമേ. ഇന്ന് വരെ വചനം കേട്ടിട്ടില്ലാത്ത ഒരാളിലേക്ക് ഈ വചനം എത്താൻ ഇടയാകണമേ. ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഫോണും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ കരങ്ങളും യോഗ്യമാകട്ടെ. അനേകരിലേക്ക് ഈ വചനം എത്താൻ ഇടയാകട്ടെ. നിങ്ങളിലൂടെ വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല. അത് പീഠത്തിന്മേൽ വയ്ക്കും. അത് പീഠത്തിന്മേൽ, മേശപ്പുറത്ത് വയ്ക്കും. അത് ഒത്തിരി പേർക്ക് വെളിച്ചം കിട്ടാൻ നിങ്ങൾ കേൾക്കുന്ന വചനം പീഠത്തിന്മേൽ വയ്ക്കേണ്ട വിളക്കാണ്. അത് അനേകരിലേക്ക് എത്തിക്കാൻ, ആ വെളിച്ചത്തെ കൊടുക്കാൻ നിങ്ങളുടെ കരങ്ങളെ, മനസ്സിനെ, ചിന്തകളെ ദൈവം പ്രയോജനപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.